തേജസ് വിമാനം തകർന്നു വീണു പൈലറ്റിന് ദാരുണമായ അന്ത്യം. അട്ടിമറിയുണ്ടോ അതോ സാങ്കേതികമായ തകരാറാണോ? ഇതിൽ നമ്മുടെ വ്യോമസേന ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ അട്ടിമറിക്കുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. കാരണം 2 തവണ റോൾ ചെയ്ത് താഴോട്ട് വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു വിമാനത്തിന് സാധാരണഗതിയിൽ സാധിക്കാൻ ഇടയില്ലാത്തതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പൈലറ്റിന് സ്വാഭാവികമായും ചെറിയ തകരാറുകൾ എന്തെങ്കിലുമാണ് സംഭവിച്ചതെങ്കിൽ പൈലറ്റിന് അവിടുന്ന് ഒരു പാരഷ്യൂട്ട് വഴി തറയ്ക്ക് ചാടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല. അപ്പോൾ തേജസ്സിൻ്റെ അകത്തിരുന്ന് പെട്ടെന്ന് സംഭവിച്ച എന്തോ ഒരു അപകടത്തിലാണ് ഈ ദുരന്തമുണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അത് സ്വാഭാവികമായ അപകടമാണോ അതോ ഇനി വ്യക്തിപരമായി എന്തെങ്കിലും പെട്ടെന്ന് മനുഷ്യന് എന്തും സംഭവിക്കാമല്ലോ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള എന്തെങ്കിലും സംഭവിച്ച് അങ്ങനെ വല്ലതും സംഭവിച്ചതാണോ അതോ ഇനി യന്ത്ര തകരാറാണോ താങ്കൾ പറഞ്ഞതുപോലെ എന്നുള്ള 3 കണ്ടീഷനുകൾ അവിടെ അറിയണമെങ്കിൽ, 3 കാരണങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ തന്നെ ഇന്ത്യ വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുകയാണ്. കാരണം അത് ഗുണവുമുണ്ട്, അതിൽ ദോഷവുമുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നമ്മുടെ ആയുധ കച്ചവടം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ബ്രഹ്മോസിനടക്കം ഇന്ത്യയുടെ തദ്ദേശീയമായ വികസിപ്പിച്ച വിമാനങ്ങൾക്കടക്കം ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇത് പ്രതിസന്ധിയാകില്ല. അതുകൊണ്ടാണ് ഇത് അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നത്. കാരണം അമേരിക്ക അടക്കം പല ലോകരാഷ്ട്രങ്ങൾക്കും വലിയ ഒരു വിപണി ഉണ്ടായിരുന്നതിലേക്ക് ഇന്ത്യ കടന്നു വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര വിദേശ ട്രേഡിൽ ഒരു പ്രധാന ഇനമായിട്ട് നമ്മുടെ പോർ വിമാനങ്ങളും യുദ്ധസാമഗ്രികളും ടാങ്കുകളും ഒക്കെ ഇരട്ടിയാണ് ഇപ്പോൾ. ഇരട്ടി ആണെന്ന് മാത്രമല്ല, അത് മറ്റ് പല രാഷ്ട്രങ്ങൾക്കും ഡിമാൻഡായിട്ടും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇരട്ടിയാകുന്നു എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുപോയി ഇരട്ടിയാക്കുന്നതല്ല, പക്ഷേ ഡിമാൻഡ് വളരെയധികം വർദ്ധിക്കുന്നു. 2 കാരണങ്ങളാണ്. ഒന്ന്, മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ആയുധങ്ങളെക്കാൾ കൂടുതൽ ഷാർപ്നെസ്, കൂടുതൽ കൃത്യത, അതോടൊപ്പം വില വളരെ വ്യത്യാസവും. ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് വലിയ വ്യത്യാസവുമുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത 13.2 മീറ്റർ നീളമുള്ള ഈ ഒരു കൊച്ചു വിമാനത്തിനകത്ത്, ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന വിമാനത്തിനകത്ത് 4000 കിലോഗ്രാം വെടിക്കോപ്പുകൾ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. സ്ഫോടക വസ്തുക്കളായാലും അല്ലെങ്കിൽ എന്താണോ ബോംബായാലും എന്തായാലും 4000 കിലോയുടെ സാധനം കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശബ്ദത്തേക്കാൾ 1.6 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാനും കഴിയുന്നു എന്നുള്ളതാണ്. 1.6 ഇരട്ടി വേഗത്തിലാണ് ഇതിൻ്റെ ശബ്ദത്തേക്കാൾ, ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളുടെ ചെവിയിലെത്തുന്നതിനേക്കാൾ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ ഇന്ത്യയുടെ പ്രസ്റ്റീജായിട്ടുള്ള, നമ്മളെ പല കണ്ടുപിടുത്തങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നടത്തിയതിൽ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ തേജസ് എന്ന് പറയുന്ന വിമാനം. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിമാനം തകരാതെ തന്നെ തകർന്നു എന്നാണ് വലിയ രീതിയിൽ പാകിസ്ഥാന്റെ പ്രചരണം നടത്തുന്നത്. ഇപ്പോഴും അവർ പ്രചരണം ആരംഭിച്ചിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയുടെ ആയുധങ്ങൾ മോശമാണ്, കണ്ടില്ലേ തകർന്നു വീഴുകയാണെന്ന രീതിയിൽ. അതെ, അത് അവർക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വെച്ചാൽ അവരുടെ പല എയറോഡ്രോമുകളും ഇപ്പോഴും ഡ്രോമുകളിലും ഇപ്പോഴും ഉണ്ടായിരിക്കുന്ന അഗാധ ഗർത്തങ്ങൾ അവർക്ക് മൂടാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉള്ള അവസ്ഥയിലാണ്. പല പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പം അതിലെല്ലാം ജാള്യതയിൽ നിൽക്കുമ്പം ഇത്തരം ഒരു സാധനം വീണ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പറയുമല്ലോ. ഇപ്പം ഞാൻ നിങ്ങളെ ഇടിച്ച് തകർത്ത് മൂക്ക് എൻ്റെ പാലം തെറ്റിച്ച് തള്ളിയിട്ട് കഴിയുമ്പം ഞാനൊരു പഴത്തൊലി ചവിട്ടി വീണാൽ നിങ്ങൾ എണീറ്റ് പറയില്ലേ, കണ്ട ഞാൻ ഒരെണ്ണം അവന് വേണ്ടി പണിതിട്ടിരുന്നതാണ്, അവൻ അത് തട്ടി വീണു, അതാണ് എൻ്റെ ബുദ്ധി എന്ന് പറയും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പിന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ അട്ടിമറിയാണെന്ന് പറയില്ല. അതിന് അവർ പറയുന്നത് ഈ ഇത്ര യൂസ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ലോകം മുഴുവൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇവൻ്റെ സാധനം ആരും വാങ്ങരുത് എന്ന് പറയും. വാങ്ങരുത്, ഞങ്ങളെ അടിക്കാനും ഇത് ഉപകാരപ്പെടില്ല. അത് വീമ്പിളക്കുന്നതിന് പുറമെ ഏറ്റവും വലിയ നമുക്ക് ഈ ഒരു എയർ ഷോയിൽ നമുക്ക് വന്ന ഒരു ക്ഷീണം അതാണ്. നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള
യുദ്ധ സാമഗ്രികൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചപ്പോൾ അതിൻ്റെ കൃത്യതയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനക്ഷമതയോ ഒരു ചോദ്യചിഹ്നം ഇടാൻ ചില നമ്മളോട് മത്സരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഒരു ചാൻസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് ഈ ആകാശവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ പല വിമാനങ്ങളും ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു സാങ്കേതിക പിഴവ് നാം പരിഗണിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയല്ലേ? അത് നമുക്ക് അറിയാമല്ലോ, നമ്മൾ വൈറ്റ് കോളർ ടെററിസം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ അങ്ങനെ ചെയ്തു, ഏതാനും ഡോക്ടർമാർ അങ്ങനെ ചെയ്തു, ഒരു യൂണിവേഴ്സിറ്റി മൊത്തം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നേ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇതുപോലെ എയർപോർട്ടുകളിലെ ഉന്നതരിൽ ആരെങ്കിലും വൈറ്റ് കോളർ ഉണ്ടോ? നമ്മുടെ ഇതൊക്കെ നമുക്കിനി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല സംശയങ്ങളും ഇന്ത്യ ഗവൺമെൻറ്റിന് പലപ്പോഴും ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ മുമ്പത്തെ എയർ ഇന്ത്യയുടെ പ്ലെയിൻ ക്രാഷ് വന്നപ്പോൾ തന്നെ നമ്മളത് ഗുജറാത്തിലെ പ്ലെയിൻ ക്രാഷ് വന്നപ്പോൾ തന്നെ നമ്മളത് കൂലങ്കഷമായി ചിന്തിക്കുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ തുർക്കികൾ നമ്മുടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നതിന് നമ്മൾ പ്രവർത്തനം മരവിപ്പിക്കുക വരെ ചെയ്തതാണ്. ലോക്കൽ ഹാൻഡ്ലിംഗ് നടത്തിയിരുന്ന ഒരു ടീമിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടി വന്ന ഒരു കമ്പനിയെ. അവരത് ഞങ്ങളങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് സംശയിക്കേണ്ട പഴുതുണ്ടായിരുന്നു. കാരണം ഇതാണ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി. അല്ല, അതാണ് ഇന്ത്യയുടെ വികസനം വന്നപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പാട് ചെയ്യേണ്ട രീതിയിലേക്ക് മാറുകയാണല്ലേ. പല പുതിയ ശത്രു രാജ്യങ്ങൾ വരുന്നു, ഇന്ത്യയെ എതിർക്കാൻ പുതിയ രാജ്യങ്ങൾ വരുന്നു. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം ഈ വികസനം തന്നെയാണോ അതോ സാമ്പത്തിക വളർച്ചയാണോ? എല്ലാം ഉണ്ട്. സാമ്പത്തികമായി ഒന്നാമതാകുന്നതോ രണ്ടാമതാകുന്നതോ ഒന്നും ലോകത്ത് ആർക്കും സഹിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ 4ാമത് നിൽക്കുന്നത് നമ്മൾ ഉടനെ 3ാമതാകും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ജർമ്മനിയെ നമ്മൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ചൈനയും അമേരിക്കയും മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ അവരെ ഓവർടേക്ക് ചെയ്യാൻ വരുന്നത് അവർക്കാർക്കും ഇഷ്ടപ്പെടില്ല. തീർച്ചയായിട്ടും അത് വലിയ മത്സരത്തിന് ഇടയാക്കും. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ളൊരു രാഷ്ട്രം, മാൻ പവർ ഇന്ന് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്ന ഒരു സമയമാണ്. പണ്ടൊക്കെ ജനം എന്ന് പറയുന്നത് ഒരു വേസ്റ്റാണെന്നെങ്കിൽ ഇന്ന് മാൻ പവർ, പ്രത്യേകിച്ച് യുവാക്കൾ, നമ്മുടെ 35 വയസ്സ് പ്രായമുള്ള യുവാക്കൾ കൂടുതലുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ആ പ്രായത്തിലുള്ളവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടി ആണ് നമുക്ക് ഇന്ത്യക്കുള്ളത്. അപ്പോൾ അങ്ങനെ ലോകത്തിനെ ഭയപ്പെടുന്ന പലയിടത്തും വൃദ്ധന്മാരുള്ളപ്പോൾ ഇവിടെ ചെറുപ്പക്കാർ സജ്ജമായി നിൽക്കുന്നു. അവർ വലിയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലടക്കം ഡ്രോണുകൾ നിർമ്മിക്കുന്നതിൽ ഉൾപ്പെടെ വലിയ മികവ് കാണിക്കുന്നു. ഇതൊക്കെ പലരെയും തീർച്ചയായിട്ടും അട്ടിമറിക്കായിട്ട് പ്രേരിപ്പിക്കാൻ ഇടയാക്കും. പക്ഷേ ഇതെല്ലാം ട്രയൽ ആൻഡ് എററിലൂടെ. അല്ല, നാം ഈ അട്ടിമറിയെക്കുറിച്ച് സംശയിക്കുമ്പോൾ നമ്മുടെ വീഴ്ച നാം പരിഹരിക്കണമല്ലോ. കാരണം മുൻപ് ഒരു സേനാ മേധാവി തന്നെ ഇത്തരത്തിൽ വിമാനം തകർന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഗുജറാത്തിൽ കണ്ടു, ഇപ്പോൾ ഈ സംഭവമാകുന്നു. ഒരു തുടർച്ചയായി വരുന്നല്ലോ. ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ. ഇതിനകത്ത് ഞാൻ പറയാറുണ്ടല്ലോ, നമ്മൾ ഒരു സംസ്ഥാനം ആണ്, നമ്മുടെ ഒരു സംസ്ഥാനമാണ് ഒരു ജർമ്മനി, നമ്മുടെ വേറൊരു സംസ്ഥാനമാണ് ഒരു ഫ്രാൻസ്. അപ്പോൾ 28 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 28 രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ വലിയ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. അതെല്ലാം കൃത്യമായി കൊണ്ടുപോകാനുള്ള മികവ് നമ്മുടെ രാജ്യത്തിനുണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അത് നമ്മുടേതായ ഒരു ചിട്ട എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിനകത്ത് പൂർണ്ണത പറയാൻ പറ്റുള്ളൂ. ആ പൂർണ്ണതയിലേക്ക് എത്തുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരുപാട് ശക്തികളുണ്ട് എന്നുള്ളതാണ് വൈറ്റ് കോളർ ടെററിസത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ വ്യക്തിയെയും നമ്മൾ സൂക്ഷിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. ഇത് പലരും പറയും ഇന്ത്യ ഗവൺമെൻറ് ഇന്നലെ വരെ അത് ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെ വരെ നമ്മൾ അസീം മുനീറായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രിമാർ. പലപ്പോഴും വിദേശ രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ, അമേരിക്കയ്ക്ക് മുമ്പിൽ തലയുറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ അവരോട് തൻ്റെ ഇടത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം പല പ്രശ്നങ്ങൾ നമുക്ക് വരും. അത് നേരിട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ. എല്ലാ അടിമത്തങ്ങളും അങ്ങനെയായിരുന്നു. നമ്മുടെ ആ നാട്ടിൽ ആദ്യം ജന്മിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അടി കിട്ടും. പിന്നീട് നിവർന്ന് നിൽക്കാൻ നമ്മൾ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയാണ് നമ്മൾ അടിമത്തത്തെ ഇല്ലാതാക്കിയിട്ടുള്ളത്. അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന അടിമത്തവും ഇന്ത്യക്ക് ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊരു 3ാം ലോക രാഷ്ട്രമല്ല, 3ാമത്തെ ലോകരാഷ്ട്രമാണ്, ലോകശക്തിയാണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് തെളിയിക്കാൻ കഴിയും. അതിനിടയ്ക്ക് ചെറിയ ചെറിയ ഭീഷണികൾ നമുക്ക് നേരിട്ടേ മതിയാവും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.